ശബരിമല തന്നെയാണ് ഇന്നും വിഷയം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നാണ് ഇന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്നല്ല, ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ആ ചോദ്യം ചെയ്യൽ. നമ്മൾ അറിയുന്നത് 2 ദിവസത്തിനപ്പുറമാണ് എന്ന് മാത്രം. ഏതായാലും ചോദ്യം ചെയ്യൽ നടന്നു എന്ന് മുൻ മന്ത്രി സമ്മതിക്കുന്നുമുണ്ട്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ യാതൊരു തരത്തിലുമുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആദ്യം നമുക്ക് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. അന്ന് ദേവസ്വം മന്ത്രി ആയതുകൊണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് 2019 കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി. അതുകൊണ്ട് തന്നെ വിളിപ്പിച്ചു, തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു, തനിക്കറിയാവുന്ന കാര്യങ്ങൾ താൻ പറഞ്ഞു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പറയുന്നത്. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്ക് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് നീട്ടിക്കൊണ്ടുപോയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ അത് CPM എത്ര ക്ഷീണം ഉണ്ടാക്കുമായിരുന്നു. അത് മനഃപൂർവ്വം നീട്ടിവെച്ചാണ്. കാരണം അദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയുമായി ബന്ധപ്പെടുത്തിയതിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട്. അപ്പോൾ അത് കൃത്യമായിരിക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് ഇവർ ഒളിച്ചു വെച്ചത്? 27-ാം തീയതി അല്ലേ എന്നാണിത് ചോദ്യം ചെയ്തത്? എന്തിനാണ് ഇത് രഹസ്യമാക്കി വെച്ചത്? ഇതിന് രഹസ്യത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാണ് എല്ലാവരും ചേർന്ന് ഇത് രഹസ്യമാക്കി വെച്ചത്? ഇപ്പോൾ പുറത്തു വരുമല്ലോ. എന്നായാലും എത്ര ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ചോദ്യം ചെയ്തൊക്കെ പുറത്തു വരുമല്ലോ. തുടർ നടപടികളുണ്ടാകട്ടെ. അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത 3 CPM നേതാക്കൾക്കെതിരായി CPM ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ സഹായിക്കുകയാണ്. ഗവൺമെൻറ് അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു 2 മണിക്കൂർ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതിലെ യഥാർത്ഥ പ്രതികൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുന്നു. പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണെന്ന് വന്നിരിക്കുന്നു. ഇനിയും ഇതുമായി ബന്ധമുള്ള വൻ സ്രാവുകൾ വലയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയ്യപ്പനോട് കളിച്ചാൽ ആർക്കും രക്ഷയില്ല എന്ന് മനസ്സിലായിക്കോണം. ഈ കൊള്ളയ്ക്കകത്ത് സർക്കാരിലെ ഉന്നതന്മാർക്ക് പങ്കുണ്ട്. ആ പാർട്ടിക്കാർ മുഴുവൻ ജയിലിൽ പോകുന്നു. ഓരോരുത്തരായിട്ട് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇപ്പം ജയിലിലേക്കുള്ള യാത്രയാണിവര്. ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിലിലേക്ക്. എന്നിട്ട് ഈ CPM നേതാക്കന്മാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാത്ത ഈ പാർട്ടി സെക്രട്ടറിയെ പറ്റി ഓർത്ത് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷത്തിന്റെയൊക്കെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ വിരൽ ചൂണ്ടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുകയാണ് കടകംപള്ളി ചെയ്തത്. ഇപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു അന്വേഷണ സംഘം എന്ന് പറയുമ്പോഴും നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഇതുമായി ബന്ധമുള്ളതുകൊണ്ടായിരിക്കണം എന്നില്ല കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനായി SIT വിളിപ്പിച്ചത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ആ സമയത്ത് 2019 അദ്ദേഹം ആയിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി. അതുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നതായിരിക്കാം. ഒരു പ്രാഥമിക നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. പക്ഷേ എങ്കിലും എന്തിനായിരുന്നു ഈ രഹസ്യ സ്വഭാവത്തിലുള്ള ചോദ്യം ചെയ്യൽ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് CPMനെ സംബന്ധിച്ച് തന്നെയാണ്. കഴിഞ്ഞ അറസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു. ഇന്നലെ 10ാമത്തെ അറസ്റ്റ് വന്നിരിക്കുകയാണ്. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഈ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കുറ്റപത്രം വരട്ടെ, കേസ് കൃത്യമായി തന്നെ അന്വേഷിക്കട്ടെ, അതിനുശേഷം നടപടിയിലേക്ക് കടക്കാം എന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോഴും പാർട്ടി നേതാക്കളെല്ലാം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിയേണ്ടത് ഇനിയിപ്പോൾ കടകംപള്ളിയിലേക്കും ചോദ്യം ചെയ്യൽ എത്തിയ സ്ഥിതിക്ക് ഇനി എന്ത് പറഞ്ഞ് CPM ന്യായീകരിക്കും എന്നുള്ളൊരു ചോദ്യം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അറിയാനായി നിൽക്കുന്നുണ്ട്. അതുപോലെ ഇനി ആരിലേക്കൊക്കെ, ചെന്നിത്തലയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്ന് പറയുമ്പോൾ ആരിലേക്കൊക്കെ ഇനി അന്വേഷണം കടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കടക്കും, SIT എവിടെ വരെ എത്തി എന്നറിയേണ്ടതുണ്ട്. വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നില്ല.
അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളിയെ കണ്ടു, PS പ്രസാദിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇവർ നൽകിയിരിക്കുന്ന മൊഴി എത്രത്തോളം തൃപ്തികരമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായിരുന്നു കടകംപള്ളിക്ക് എതിരെ ഉയർന്നു വന്ന ആരോപണം? ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് ആദ്യം അപേക്ഷ നൽകുന്നത് ദേവസ്വം വകുപ്പിനാണ്. അത് പിന്നീട് ദേവസ്വം ബോർഡിന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈമാറുകയായിരുന്നുവെന്നാണ് ഉയർന്നു വന്ന ആരോപണം. അത് സാധൂകരിക്കുന്ന ചില മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴിയിൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ്. ഒരു തരത്തിലും തൻ്റെ ഓഫീസ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടില്ല. താനോ വ്യക്തിപരമായി ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആവർത്തിച്ച് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹം ശബരിമലയിലെ ഒരു സ്പോൺസർ എന്ന നിലയിലുള്ള പരിചയം മാത്രമാണുള്ളത്. വ്യക്തിപരമായ അത്ര അടുത്ത ബന്ധം അദ്ദേഹവുമായി ഇല്ലതാനും. മറ്റു ചില ആളുകളുടെ ഒപ്പം അദ്ദേഹം വന്നു, അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരിക്കലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചകളോ ചർച്ചകളോ ആയിരുന്നില്ല. അത് മാത്രമല്ല, സാമ്പത്തികപരമായ ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. എങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു എന്നുള്ളത് സംബന്ധിച്ച ചർച്ചകൾ അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഈ വാദങ്ങളൊന്നും പൂർണ്ണമായും ഈ ഘട്ടത്തിൽ മുഖവിലക്കെടുക്കാൻ സാധിക്കില്ല. എന്തായാലും അതിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിശദമായ പരിശോധനകളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം PS പ്രസാദിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. ഇത് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് PS പ്രസാദ് കൂടി അംഗമായ ദേവസ്വം ബോർഡാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വേണ്ടി. അന്ന് അത് പിന്നീട് ഉദ്യോഗസ്ഥരുടെ കൈവശം കൊടുത്തുവിടാൻ വേണ്ടി തിരുത്തുകയും ചെയ്തിരുന്നു. തൻ്റെ ഭരണകാലത്ത് താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് PS പ്രശാന്ത് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുള്ളത്, മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിലും കൂടുതൽ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ സ്വർണ്ണക്കൊള്ളയിൽ തങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല, തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറയുന്ന ഈ നേതാക്കൾ എന്തുകൊണ്ട് ഇവർ നൽകിയ മൊഴി അത് ഞങ്ങൾ അന്വേഷണ സംഘത്തെ കണ്ടു, വിവരങ്ങൾ നൽകി എന്നുള്ളൊരു കാര്യം മറച്ചു വെച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിനുശേഷം മാധ്യമങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ കാണുമ്പോൾ ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞു ഒഴിഞ്ഞതിന് ശേഷം ഓടിപ്പോകുന്ന ഒരു ആളെയാണ് നമ്മൾ കാണുകയും ചെയ്തത്. എന്തിനാണ് ഇത്രയും വിവരങ്ങൾ മറച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആയി നിലനിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ഇവർക്ക് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇവരുടെ മൊഴി വിശദമായി പരിശോധിച്ച് വരികയാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. ഇനി ഇവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിലാണ്. സ്വാഭാവികമായും പ്രതികളാക്കപ്പെട്ടിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ PS പ്രസാദിനെയും സംരക്ഷിക്കുന്നതിൽ നിലവിലെ സാഹചര്യത്തിൽ CPM-ന് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അതൊരു പക്ഷേ പത്മകുമാറിനെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള N വിജയകുമാറിനെ സംരക്ഷിക്കുന്ന പോലെ ആവില്ല. അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം, അവർക്കറിയാവുന്ന വിവരങ്ങൾ മൊഴിയായി നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു പടി കൂടി കടന്നു പോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ അവർക്ക് ഇനിയും സംരക്ഷണം ഒരുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും കടകംപള്ളിയെയും അതോടൊപ്പം തന്നെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ സമ്മർദ്ദം CPM-ന് ഉണ്ടാകുന്നുണ്ട്. CPM അത് കൂടുതൽ പ്രതിരോധത്തിൽ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ എങ്ങനെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും അല്ലെങ്കിൽ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളൊരു ചോദ്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 3 അറസ്റ്റ് തന്നെ വലിയ രീതിയിൽ CPM-നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. N വാസുവിന്റെ അറസ്റ്റ് ആയിക്കോട്ടെ, അതിനുശേഷമുള്ള A പത്മകുമാറിന്റെ അറസ്റ്റ് ആയിക്കോട്ടെ, ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ N വിജയകുമാറിന്റെ അറസ്റ്റ് ആയിക്കോട്ടെ, ഇത് പാർട്ടി ബന്ധമുള്ള ആളുകളാണ്, പാർട്ടി നോമിനിയായി ദേവസ്വം ബോർഡിലേക്ക് വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാകാം. ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തള്ളിപ്പറയുകയാണെങ്കിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇവർ തുറന്നു പറയും എന്നുള്ള സംശയമൊക്കെ ഉള്ളതുകൊണ്ടാണോ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സംരക്ഷണം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നൊക്കെ പൊതുജനത്തിന് സംശയിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് അങ്ങനെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നത് തന്നെയാണ്. ഹൈക്കോടതി നേരിട്ടിടപെട്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞ ഒരു സംഘം അന്വേഷിക്കുന്ന ഒരു കേസാണ്. വിശ്വാസത്തെ കൂടി
ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളുടെ വിശ്വാസം കൂടിയാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും കടകംപള്ളിയിലേക്കൊക്കെ ചോദ്യം ചെയ്യൽ എത്തി നിൽക്കുമ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ആരൊക്കെ കുടുങ്ങാനുണ്ട്, ആരിലേക്കൊക്കെ അന്വേഷണം എത്താനുണ്ട് എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവരുടെ ജനുവരി ആദ്യവാരത്തിൽ തന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് SITക്ക് ഹൈക്കോടതിയുടെ മുന്നിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ റിപ്പോർട്ടിൽ പരാമർശിക്കാനിരിക്കുന്നത്? ഈ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ പരാമർശിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആരിലേക്കൊക്കെ അന്വേഷണം നീളും എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബെല്ലാരിയിലെ ഒരു വ്യവസായിയും അതുപോലെ തന്നെ CEO സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO അതുപോലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനൊക്കെ അറസ്റ്റിലാകുന്നത്. അവർക്കൊക്കെ ഏത് രീതിയിലാണ് പങ്ക് എന്നുള്ള കാര്യം നിലവിലിപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകളിലേക്ക് അന്വേഷണം എത്തും, അറസ്റ്റുകൾ കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കണ്ടറിയാം ഈ വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ള ഏത് ഘട്ടത്തിലേക്കാണ് എത്തുന്നത് എന്ന്. സിജോ വിജോനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.